ഹായ്. മോനേത് കളി? സൂപ്പർ, താങ്ക് യു. എന്തൊക്കെ വന്നിട്ടുണ്ട്? ഹസ്ബൻഡ് ഈ ആഴ്ച വരും. ടൈമിട്ട് ഗുളിക എടുക്കുക കേട്ടോ. കുടിച്ചു പോയാലേ അങ്ങ് കുടിക്കുന്നു, പിന്നെ കുടിക്കാൻ മടിയാ. മമ്മൂസേ, നിന്റെ പാപ്പാനെ കാണിക്കാൻ എന്തെങ്കിലും അവർക്ക് പാപ്പാൻ്റെ അടുത്ത് നിന്ന് സഹതാപം കിട്ടിയാലോ? ഇതാ ഗുളികയുടെ എന്നോട് ഞാൻ കാണിച്ചുതരാം. കുറേ ഗുളിക ഉണ്ട് കാണുന്ന 1, 2, 3, 4, 5, 6. എന്തെങ്കിലും സഹതാപാരുടെ അടുത്ത് കിട്ടിയാലോ? വണക്കം. ആരിസേ, ഉമ്മാനോട് ചോദിച്ചു നോക്ക്. ഉമ്മല്ലേ ചക്കക്കൂടി ഉണ്ടാക്കി തരിക. അപ്പം എന്തെങ്കിലും ഉമ്മയും കണ്ടു തരും. കൃഷ്ണനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് അത് കാണൂ കേട്ടോ. ഹായ്. സിയ സക്കീർ. സക്കീറല്ല, സക്കീറ. ഹായ്. യു ഫ്രം കോഴിക്കോട്. ഹായ്, സുഖാണ് ചേച്ചി. നൈസ് ഫേസ്. ഓക്കെ. നിൻ്റെ എന്തൊക്കെ വിളിച്ചാൽ നിൻ്റെ നാവെന്താ മാങ്ങ പറിക്കാൻ പോകുമോ? തിരിച്ച് നിൻ്റെ തന്തനെയും തന്തയുടെ തന്തനെയും ഞാൻ വിളിക്കും. ഒരു പണിയില്ല. ഗുളിക കഴിച്ച് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട്. ചായ കുടിച്ചു. ചായ കുടിച്ചു, പുറത്തൊക്കെ പോയിട്ട് വന്നു. തമി എനിക്ക് தெரியாது, கொஞ்சம் கொஞ்சம் பேசும். 6 ഗുളിക എന്ന് വെച്ചാൽ എല്ലാം മൈഗ്രെയിൻ ഉള്ളതല്ല, മറ്റേ അയണോ വിറ്റാമിനോ കുലുങ്ങുന്ന ഗുളികല്ലേ അതുണ്ട്, സ്ലീപ്പിംഗ് പിൽസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അയണും വിറ്റാമിനോ അങ്ങനെ എന്തോ സംഭവമുണ്ട്.
തുടങ്ങി ഷോ തുടങ്ങി കേട്ടോ. നൗഫൽ കണ്ടുകൂട്ടുന്ന ഇതിൽ ഇന്നലെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ ചിലരുടെ സംസാരം കേട്ടാൽ തോന്നും നമ്മൾ ലൈവിൽ വരുമ്പോൾ പോവരുത് അവിടുന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു നിർത്തുന്നത് പോലെ ഇവർ ലൈവ് കാണുക. ഇവർക്കൊന്ന് ഇങ്ങനെ ആക്കിയാൽ അവർക്ക് വേറെ ചാനൽ കിട്ടൂലേ. പക്ഷെ അത് ചെയ്യൂല. ഞാൻ എന്താ പറയുന്നത് നോക്കിയിട്ട് ഫുള്ളായിട്ട് കേട്ടുങ്ങാൻ ഇവളാരും സപ്പോർട്ട് ചെയ്യരുത്, ഇവക്കാരും മെസ്സേജ് ചെയ്യരുത്, ഇതൊക്കെ പറയാം. ആറ് ഗുളിക കുടിച്ചാൽ ചാവൂല കേട്ടോ. അത് ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാറുണ്ട്, പിന്നെ മൈഗ്രെയിനുള്ള സ്ഥിരമായിട്ടുള്ള ഗുളിക. കൈ എന്തിനാ കാട്ടിത്തരേണ്ടത്? എന്താ കാട്ടിത്തരേണ്ടത്? അയ്യ വേറെ പണി ഉണ്ടായിരുന്ന പിന്നെ പോയെടുക്കുന്നേ. ഞാൻ കല്യാണം കഴിഞ്ഞതാ മുത്തേ. എന്തിനാടാ എന്നോടൊക്കെ ചോദ്യം ചോദിക്കുന്നത്? നെഗറ്റീവ് കമൻറ്റിന് ചിലർക്ക് തണ്ടൊക്കെ നല്ലൊക്കെ വിളി കേട്ടാൽ അവർ ആ സ്പോട്ടിലങ്ങ് പോകും. ചിലർ പിന്നെയും ചൊറിഞ്ഞു വരും. ഞാനൊരു മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ആളോട് ഞാൻ പറയാം, എൻ്റെ ശത്രുവിന് പോലും വരരുതേ എന്നാഗ്രഹിക്കുന്ന ഒരു അസുഖം കേട്ടോ മൈഗ്രെയിൻ. വന്നുപെട്ട പൊന്നെ പോയി. ഞാനിപ്പോൾ ഏകദേശം 6 മാസത്തോളമായി ഇത്രയിൽ സ്ഥിരമായിട്ട് കാണിച്ചിട്ട്. അതിൻ്റെ എത്ര 2 ഗുളിക 3 ഗുളിക അങ്ങനെയുള്ള, ബാക്കി സ്ലീപ്പിംഗ് പിൽസ് അല്ലാത്ത കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ. ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? ചായ കുടിച്ചോ? പുതിയ കല്യാണമൊക്കെ കഴിക്കണമെന്നുണ്ട്, പക്ഷെ കെട്ടിയവരും മക്കളെ സമ്മതിക്കില്ലടേ. കുതിരവട്ടത്തൂടെ ഞാൻ പലപ്പോഴും പോകാറുണ്ട്. എനിക്ക് ആ കാറ്റടിച്ചാൽ മാറാവുന്നതുള്ളൂ. നിന്നെ കുതിരവട്ടത്ത് കൊണ്ടുവച്ചിടേണ്ടത്. എന്ത് വരക്കാൻ പറഞ്ഞപ്പോൾ താത്ത പുണ്യാളച്ചിയായി അല്ലേ? ഞാൻ എന്നാത്തിനാ പുണ്യാളച്ചിയായത്? ഞാൻ ഇന്നും വർക്കൊക്കെ കൊടുത്തിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പം നാളെ തൊട്ടേ വരയ്ക്കുന്നുള്ളൂ. ഇന്ന് വരയ്ക്കുന്നുള്ളത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെയൊക്കെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. ആയി പറയോ പൊന്നൂര് നല്ല മഴ, സൂപ്പർ. ഞാൻ ഇവിടെയാള് കൊയിലാണ്ടിയാള്. ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെൻ്റെ മൊബൈലായിട്ടാണ്, വേറൊന്നുമല്ല. ഹായ് പറയോ. അതെ പോയി സ്പീഡിൽ പോകുന്നോണ്ട്. അയ്യോ മൈഗ്രെയിൻ ആർക്കും ഉണ്ടാവല്ലേ, വല്ലാത്തൊരു അസുഖം തന്നെയാണ് കേട്ടോ അത്. നമ്മൾ വേറെ എന്തൊരു അസുഖം പോലെയല്ല. ഇവിടെയൊക്കെ ഇവരൊക്കെ TV മറ്റേ ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന് പറഞ്ഞതിൻ്റെ അത് ഇവർ ഇത് മാത്രമേ കാണുള്ളൂ, സൗണ്ടൊന്നും വെക്കലില്ല. ഹസ്ബൻഡ് വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. മുത്തം തരാൻ പാടില്ല എന്ന് ഉപ്പൂപ്പ പറഞ്ഞിട്ടുണ്ട്. എന്നെ മനസ്സിലായോ റൈബ? എന്താ റൈബ മെസ്സേജ് ഒന്നും അയക്കാത്ത? എന്ത് പറ്റി? എന്താ ഇഷ്യൂസ് ഉണ്ടോ? കണ്ടിട്ട് എന്താ ഇഷ്യൂസ് ഉള്ളത് പോലെ തോന്നുന്നു. എന്താ മോളെ പറ്റിയേ? അക്ഷയെ അമ്മേനോട് ചോദിക്കടാ. അമ്മ കളിക്കാരിയാണ്, പണ്ടേ കളിക്കാരിയാ. ഞാൻ സൈക്കോളജിനെ കാണിക്കണോ ഗൈനക്കോളജിനെ കാണിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും കേട്ടോ. കേട്ടോ നിസ്സാറേ. ഈ സൈക്കോളജിനെ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഭ്രാന്തുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ സൈക്കോളജിൻ്റെ അടുത്ത് പോവുക. ഫസീന ഉമ്മാനോട് ചോദിക്കുക. ഫസീന ഉമ്മ വാപ്പാക്ക് കൊടുക്കാറുണ്ടോയെന്നൊന്ന് ചോദിച്ചു നോക്കിട്ടോ. ഏതായാലും പെൺകുട്ടിയല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചിക്കൻ കഴിച്ചാൽ എന്തുവാടേ? എനിക്കിഎന്താ ചിക്കൻ കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇവരെല്ലാവരും കൂടി ഞാനെന്തോ ചിക്കൻ കഴിക്കുമ്പോഴേക്ക് ഇവരെന്തോ വല്ലാത്ത അപരാധമായിട്ട് തോന്നുന്നു. ഞാനൊരു ചിത്രം വരയ്ക്കുന്നതെന്ന് വിചാരിച്ച് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂലേ? ചിത്രത്തിൻ്റെതായ രീതിയിൽ ഞാനത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെയും എൻ്റെ പേഴ്സണൽ ലൈഫ് വേറെയാണ് കേട്ടോ. സുഖാണോ മുത്തേ? കുഴപ്പമൊന്നുമില്ല.
ചേച്ചിയുടെ കൈക്ക് എന്താണ് കുഞ്ഞേ? ഡോക്ടർ എഴുതി തന്നില്ലേ എന്ന് ചോദിച്ചാൽ ഡോക്ടർ എഴുതി തന്നെ. ഡോക്ടർ അത് സ്വാഭാവികമായിട്ട് ആരോടാണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ച സമയത്ത് ഇതേപോലെ സൈക്കോളജി അവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, അത് ഭ്രാന്തുള്ള ആൾക്കാർക്കല്ല. ഇനിയിപ്പം എനിക്ക് സൈക്കോളജി കാണിക്കുന്നതിനും എനിക്ക് ഒരു വിരോധമില്ല. കാരണം നമുക്ക് ടെൻഷൻ കുറയാൻ ഏറ്റവും നല്ലതാണ്. ഈ ടെൻഷൻ അടിച്ച് നമ്മുടെ ഹൃദയം ബലൂണ് പോലെ ആയിട്ട് ഒരു നിമിഷം കൊണ്ട് അറ്റാക്ക് വന്ന് ചത്തുപോകുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് സൈക്കോളജിയൊക്കെ കാണിച്ച് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നതാണ്. ഈ സൈക്കോളജി എന്ന് പറയുന്നത് ഭ്രാന്തന്മാരുടെ ഡോക്ടറാണ് എന്നുള്ളത് തെറ്റായ ഇതാട്ടോ. സൈക്കോളജി വേറെ, സൈക്കാട്രി വേറെ കേട്ടോ. ഇങ്ങനെ സ്പീഡ് പോകുന്നുണ്ട്, വായിക്കാൻ പറ്റാത്ത മടി. അരുണിൻ്റെ കല്യാണമല്ലേ? അരുണിൻ്റെതാണ്, ആരുടെ കല്യാണമാണെന്ന് ഞാൻ പറയൂല. ഒരിക്കൽ അരുണിൻ്റെതാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ നാട്ടിൽ ഒരു 10-30 ആൾക്കാർക്ക് വിളി പോയിട്ടുണ്ട്. കമ്മൽ അടിപൊളി, താങ്ക് യു. എൻ്റെ കമ്മലിനൊക്കെ ഭയങ്കര ഫാൻസാ. അമ്പടി ഗള്ളി. പടച്ചോനെ പേടിക്കാൻ എന്തേട്ടാ? പടച്ചോൻ എന്താവും? എന്തോ പേടിക്കുന്ന വസ്തുവാണോ? ഒന്ന് പോടപ്പ. ഇതിന് മറുപടി കൊടുത്തല്ലോ. ഏതിന്? കമ്മലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തതാ. അരുണിന് ആരാ പെണ്ണ് കൊടുക്കാത്തത്? അരുണിൻ്റെ വേറെ വല്ല പിശാചങ്ങാനാണോ പെണ്ണ്? പലരും പറയുന്നുണ്ട് അരുണിന് എങ്ങനെയാണ് പെണ്ണ് കിട്ടുന്നത്? അരുൺ എന്താ മനുഷ്യനല്ലേ? എടോ, കള്ളനും കൊലപാതകിക്ക് വരെ പെണ്ണ് കിട്ടുന്ന കാലത്താണോ അരുണിന് പെണ്ണ് കിട്ടാത്തത്? അരുണിൽ നിങ്ങൾ എന്തുവാടേ ഇത്രയും മോശം കണ്ടത്? മുക്കാ പോവാനാ കമ്മല്. ഈ മറ്റേ കേസ് എന്താണെന്നും കൂടി ഒന്ന് പറട്ടോ. മൂക്കുത്തി അങ്ങനെയൊക്കെ കണ്ടാൽ മതി. പടച്ചോനാണ് എന്നെ പടച്ചതെന്ന് നിന്നോട് വന്ന് പറഞ്ഞോ? പടച്ചോന് പറഞ്ഞോ? എൻ്റെ ബാപ്പാനെ അടുത്ത ഹണി ട്രാപ്പ് പെടുത്തുന്നത്. ഞാൻ ബാപ്പാനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്ര ആളുടെ പേര് കേസ് കൊടുത്തിക്കുന്നുള്ളത് മറ്റേ തണൽന്നോ അങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. റിങ്ങുണ്ടോ എന്തിനുണ്ടോന്ന്. ചിലരോട് മറുപടി പറഞ്ഞാൽ തികയാതെ വരും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. മറുപടി പറഞ്ഞാൽ ശരിയാവൂല. ജസ്നയുടെ ഗോൾഡൊക്കെ എന്ന് മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴേക്കും അത് ഉള്ളിൽ പോയി. ഈ നല്ല കമൻ്റ് ഇടാൻ നമ്മളാരോടും പറഞ്ഞു കൊടുക്കണ്ട. അവർക്ക് അവരുടെ സംസ്കാരം കാണിക്കാൻ പറ്റുള്ളൂ. നോക്കിയിട്ട് കാര്യമില്ല. നിസാറെ, നീ വന്ന് അന്വേഷിച്ചു നോക്ക് എത്ര പേരുടെ ഇത് വാങ്ങിക്കുന്നത്. എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല കേട്ടോ. എന്താ മിണ്ടാതിരിക്കുന്നത്? സ്ക്രീനിൽ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് കൊണ്ട് വായിക്കാൻ മടിയായതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. വേറൊന്നും ഉണ്ടായിട്ടല്ല. രാത്രി എന്താണ് ഫുഡ് എന്ന് കഴിഞ്ഞാൽ രാത്രി ഒന്നും ഫുഡ് ഉണ്ടാക്കിയില്ല. എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് മേടിക്കണം. രാവിലെ ഹോട്ടലിൽ നിന്ന് മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വർക്കുള്ളത് കൊണ്ട് വർക്കും വീട്ടിലെ കാര്യവും കുക്കിങ്ങും എല്ലാം കൂടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടിക്കുക, തുടച്ച് തരിക, അതൊക്കെ എൻ്റെ മക്കൾ ചെയ്തു തരും. പിന്നെ അലക്കൽ വാഷിംഗ് മെഷീനിലാണ്. പക്ഷേ ഫുഡ് ഇപ്പം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് ഫുഡ് ഹോട്ടലിൽ നിന്നാണ് മേടിക്കൽ. ഇപ്പോൾ കുറേ ആയി, ഒരു 1-1.5 മാസത്തോളമായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് ഹോട്ടലിൽ നിന്നാണ് മേടിക്കൽ. ചിലപ്പോൾ ലഞ്ച് ഞങ്ങൾ കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലെ അരുണിൻ്റെ അമ്മ കൊണ്ടുവരും, രാത്രി അരുണിൻ്റെ അമ്മ കൊണ്ടുവരലാണ്. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ഇന്നിപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അരുണ് ബസ് പോയിട്ടുണ്ട്. അപ്പോൾ ബസ് പോയിട്ട് വരുന്ന വഴിക്ക് അവനോട് എന്തെങ്കിലും മേടിക്കാൻ പറയണം. ഇന്നലെയും പുറത്തുനിന്ന് ആ ഫുഡ്, ഇന്നലെ ഉമ്മ കൊണ്ടുവന്നു, മെനിയാന്ന് പുറത്തുനിന്ന് ഫുഡ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കമ്മലിടുന്ന നമ്മുടെ മലബാർ ഗോൾഡിൽ നിന്ന് ഉണ്ടാക്കിച്ചതാണ്. മലബാർ ഗോൾഡുകാർക്ക് ഞാൻ വലിയ പരസ്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ എല്ലാം വൈൻഡപ്പ് ചെയ്യട്ടെ. രാത്രി ആദ്യം വന്നിട്ട് ലൈവിലിടാം കേട്ടോ. ഭയങ്കര മഴയാടോ പുറത്ത്, ഇച്ചാതി മഴ എന്നറിയോ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് കൊറിയറൊക്കെ ചെയ്ത് ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് കറങ്ങി ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു. തെറി വിളിച്ചോലോടൊക്കെ ഇനിയും നിങ്ങളുടെ ആ ആർജവം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ ബൈ ബൈ. വീണ്ടും കാണുന്നത് വരെ വണക്കം. ടാറ്റാ.